സർജറി ചെയ്ത് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ നെഞ്ചിന് കീഴെ അനക്കാനാവില്ല. ഇല്ല, കുറേ മുറിച്ചുണ്ടായാൽ പോലും അറിയില്ല എന്ന് പറയുന്ന അതൊരു രോഗാവസ്ഥയാണ്. അതായത് സർജറി ചെയ്തില്ലെങ്കിൽ താങ്കൾക്ക് നടക്കാനാവില്ല. സർജറി ചെയ്തില്ലെങ്കിൽ അത് ഗ്രാജുവലി സ്പൈനൽ കോഡ് ഡാമേജ് ആവും, പിന്നെ പാരലൈസ് ആവൽ തന്നെയാണ് അതിൻ്റെ റിസൾട്ട്. അപ്പം സർജിക്കലി അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ റിക്കവർ ആവാനുള്ള ചാൻസസ് ഉണ്ടെന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ സർജറി എന്താണ് സംഭവം? സർജറി ഇതിൻ്റെ ഒരു സൈഡ് എഫക്ട്സ് എന്നോ അല്ലെങ്കിൽ അതിന് സാധ്യതകൾ പറഞ്ഞിരുന്നു. ചിലപ്പം നമുക്ക് പാരലൈസ് ആവാനുള്ള സാധ്യതകളുണ്ട്. സർജറി ചെയ്ത് കഴിഞ്ഞപ്പം പാരലൈസ്ഡ് ആയിരുന്നു. അന്ന് വിവാഹിതനാണ്? അതെ, വിവാഹിതനാണ്. മാതാവും പിതാവും ഉണ്ട്. സർജറി ചെയ്ത് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ നെഞ്ചിന് കീഴെ അനക്കാനാവില്ല. ഇല്ല, അതെ. ഞാൻ തലേ ദിവസം നടന്ന് ഫ്രഷൊക്കെ ആയിട്ടാണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോയത്. കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിയുമ്പം പാരലൈസ്ഡ് ആണ്. ഞാൻ തൊട്ട് നോക്കിയാൽ പോലും താങ്കൾക്ക് മനസ്സിലാവില്ല. ഇല്ല, നമ്മൾ പറയാം മുറിച്ചുണ്ടായാൽ പോലും അറിയില്ല എന്ന് പറയുന്ന അതൊരു രോഗാവസ്ഥയാണ്.